ഒരു കുഞ്ഞു കാര്യം, കൊച്ചു കാര്യം, പക്ഷെ വലിയ സന്ദേശമുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു തീരുമാനമെടുത്തു. പക്ഷെ ആ തീരുമാനത്തിലൊരു വലിയ സന്ദേശമുണ്ട്. തീരുമാനം വളരെ ചെറുതാണ്. അവിടെ ഇവൻറ്റ് മാനേജ്മെൻറ്റുകൾ നടക്കുമ്പോൾ, പരിപാടികൾ നടക്കുമ്പോൾ നിലവിളക്ക്, വലിയ നിലവിളക്ക് എടുക്കാറുണ്ട്. അത് വാടകയ്ക്കാണ് എടുക്കുന്നത്. 6000 രൂപയാണ് പലപ്പോഴും വാടക കൊടുക്കേണ്ടി വരുന്നത്. അത് ഒരു ദിവസത്തേക്കാണോ പല ദിവസങ്ങൾക്കറിയില്ല. 6000 രൂപയാണ് അവരുടെ വാടക ബില്ലെന്ന് പറയുന്നത്. എന്തായാലും ഒരു 10,000 രൂപ കൊടുത്താൽ നിലവിളക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെ കോർപ്പറേഷൻ ആദ്യമായി 10-50 വർഷത്തിന് ശേഷം ചരിത്രത്തിലാദ്യമായി ഒരു നിലവിളക്ക് വാങ്ങാൻ അങ്ങ് തീരുമാനിച്ചു. 10,000 രൂപ കൊടുത്തു. അപ്പോൾ ചോദിക്കും, ഒരു 10,000 രൂപയുടെ നിലവിളക്ക് വാങ്ങിച്ചാൽ അതാണോ ഈ രാജ്യത്ത് വലിയ കാര്യം? അല്ല. പക്ഷെ അതിലൊരു വലിയ സന്ദേശമുണ്ട്. എന്താണ് സന്ദേശം? വളരെ മൈക്രോ ലെവൽ കാര്യങ്ങളിൽ പോലും സേവിക്കാൻ കഴിയുന്ന പണം സേവിക്കുക. 6000 രൂപ ഒരു പരിപാടിക്കോ 2 പരിപാടിക്കോ ഒരു പ്രാവശ്യം കൊടുക്കുകയാണെങ്കിൽ എത്രയോ പരിപാടികൾ, ലക്ഷക്കണക്കിന് രൂപയുടെ പരിപാടികൾ നടത്തി കഴിഞ്ഞില്ലേ തിരുവനന്തപുരം കോർപ്പറേഷൻ? ഉദ്ഘാടനങ്ങളും സെമിനാറുകളും വികസന സെമിനാറുകളും ഗ്രാമസഭകളും വാർഡ് സഭകളും എന്നൊക്കെ പറഞ്ഞ് എന്തോരം പരിപാടി നടക്കുന്ന സ്ഥലമാണ്. എത്ര ലക്ഷം രൂപയ്ക്കായിരിക്കും വാടക എടുത്തിട്ടുണ്ടാവുക. അത് വേണ്ട, നമുക്കൊരു നിലവിളക്ക് മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് വളരെ നല്ലൊരു തീരുമാനമെടുത്തു. ഈ സന്ദേശം എല്ലായിടത്തേക്കും കൊണ്ടുപോയാൽ റോഡ് പണിയുന്ന കാര്യത്തിൽ, പൈപ്പ് പണിയുന്ന കാര്യത്തിൽ, സാധനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ, ഫർണിച്ചർ വാങ്ങുന്ന കാര്യത്തിൽ, വാഹനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ, വാഹനങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ, അറ്റകുറ്റപ്പണി ചെയ്യുന്ന കാര്യത്തിലൊക്കെ വലിയ തുകയാണ് എഴുതിപ്പിടുക്കപ്പെടുന്നത്. സെമിനാറുകൾക്ക് എഴുതിയെടുക്കുന്നത്, ഭക്ഷണ ചെലവിൽ എഴുതിയെടുക്കുന്നത് വലിയ തുകയാണ്. നമ്മൾ കാണാത്ത അഴിമതിയാണത്. ഒരിക്കൽ ഇന്ദിരാഗാന്ധി ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൽ ചെന്നപ്പോൾ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞു, നിങ്ങളുടെ രാജ്യം ഭയങ്കര കറപ്റ്റ് ആണല്ലോ, യുവർ കൺട്രി സോ മച്ച് കറപ്റ്റ്. അപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞു, കറപ്ഷൻ ഈസ് ആൻ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ഡെവലപ്മെൻറ്റ്. എവിടെ വികസനമുണ്ടോ അവിടെ അഴിമതിയുണ്ട്. പക്ഷെ വികസനമുണ്ടെങ്കിൽ അഴിമതി ഉണ്ടെന്ന് പറയുമ്പോൾ അഴിമതിക്ക് ഒരു സീമയുമില്ലാതെ, ഒരു പരിധിയുമില്ലാതെ സകല കാര്യങ്ങളിലും അമ്മയ്ക്ക് താലി ഉണ്ടാക്കിയാലും, അങ്ങനെ ഉണ്ടാക്കാറില്ല, പക്ഷെ പറയുന്നൊരു പഴമൊഴിയുണ്ട്, അമ്മയ്ക്ക് ഏതെങ്കിലും സാഹചര്യത്തിൽ താലി ഉണ്ടാക്കുന്ന എന്തെങ്കിലും തട്ടാൻ മോഷ്ടിക്കും എന്ന് പറയും. തട്ടാൻ്റെ സ്വഭാവം എന്നാണ്, സ്വർണ്ണം ഉണ്ടോ മോഷ്ടിച്ചിരിക്കും എന്നുള്ളതാണ്. അതിൽ നിന്ന് കുറച്ച് എടുത്തിരിക്കും, മോഷ്ടിക്കാമെന്നല്ല, അതിൽ നിന്ന് കുറച്ച് എടുക്കും എന്നുള്ളതാണ്. അതുപോലെ സർക്കാർ കൂടത്തിൽ കേട്ടതുപോലെ എന്ത് വികസന പ്രവർത്തനം നടത്തിയാലും അതിൽ അഴിമതിയുണ്ട്. പക്ഷേ ഇതൊരു നല്ല തീരുമാനമെടുത്തിരിക്കുന്നു. ഇതുപോലെ 100 കണക്കിന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് ഭരണകൂടങ്ങൾ. ഖജനാവിലേക്ക് പണം വരുന്നത് എങ്ങനെയാണ്? ഒന്ന് ടാക്സ് തന്നെയാണ്. തീർച്ചയായിട്ടും ആളുകളുടെ ടാക്സ് പിരിച്ചെടുക്കണം. ടാക്സ് അടയ്ക്കാത്തവരിൽ നിന്ന് അടപ്പിക്കണം. വാട്ടർ അതോറിറ്റി പിരിച്ചെടുക്കാനുള്ളത് 500 കോടിയോളം രൂപയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് പിരിച്ചെടുക്കാനുള്ളത് അതുപോലത്തെ തുകയുണ്ട്. ഒരുപാട് പണം സർക്കാരുകൾ പിരിച്ചെടുക്കാനുണ്ട്. അതൊരു പ്രധാന വരുമാനം തന്നെയാണ്. പക്ഷെ അതുപോലെ തന്നെയാണ് മിതവ്യയം, മിതമായ അച്ചടക്കത്തോടുള്ള ചിലവ് ചെയ്യൽ. ചിലവ് ചുരുക്കലല്ല. ചിലവ് ചുരുക്കലും അച്ചടക്കത്തോടുള്ള ചിലവ് ചെയ്യലും രണ്ടാണ്. ചിലവ് ചുരുക്കൽ എന്ന് പറഞ്ഞാൽ ആ പരിപാടി ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇത് പരിപാടി ഉപേക്ഷിക്കേണ്ട, കാര്യങ്ങൾ നടക്കട്ടെ, പക്ഷെ അതിലൊരു മിതവ്യയം ഉണ്ടാവണം. അങ്ങനെ ഒരു അച്ചടക്കം ഉണ്ടാകണം. കാര്യം ഇത് പബ്ലിക്കിൻ്റെ പണമാണ്. പബ്ലിക്കിൻ്റെ പണമെന്ന് പറഞ്ഞാൽ അതാരാണോ ഉപയോഗിക്കുന്നത്, ആരാണോ അത് അതിനുവേണ്ടി ആ പണം ചിലവാക്കുന്നത്, അവരുടെയും കൂടി പണമാണ്. കാര്യം അവരും പുറത്തിറങ്ങിയ പബ്ലിക്കാണ്. ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലി ചെയ്യുന്ന ആൾ ഇലക്ട്രിസിറ്റി ബോർഡിൽ അകത്ത് ചെല്ലുമ്പോഴാണ് ഓഫീസർ. പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം വാട്ടർ അതോറിറ്റി ചെല്ലുമ്പോൾ അദ്ദേഹം വാട്ടർ അതോറിറ്റിയുടെ കൺസ്യൂമറാണ്. പാല് വാങ്ങിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ മിൽമയുടെ കൺസ്യൂമറാണ്. അപ്പോൾ എല്ലാവരും ഒരേ സമയം കൺസ്യൂമറുമായും ആകും, ഈ ചെലവഴിക്കുന്നവരുമാകും. അപ്പോൾ മനസ്സിലാക്കുക, നമ്മുടെ രാജ്യത്ത് ഇതൊരു കുഞ്ഞു കാര്യമാണെങ്കിലും എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനെ ചിന്തിച്ചാൽ, എല്ലാ കോർപ്പറേഷനുകളിലും ഇങ്ങനെ ചിന്തിച്ചാൽ, എല്ലാ നഗരസഭകളിലും ഇങ്ങനെ ചിന്തിച്ചാൽ, ഗവൺമെൻറ് ഇങ്ങനെ ചിന്തിച്ചാൽ എത്ര കോടി രൂപയാണ് നമുക്ക് ലാഭിക്കാൻ കഴിയുക? അപ്പോൾ വളരെ കൃത്യമായി നമുക്ക് ചിന്തിക്കാൻ കഴിയണം. അങ്ങനെ ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് മനുഷ്യർക്ക് അഴിമതി ഇല്ലാതാക്കാൻ കഴിയുന്നത്. അഴിമതി ഇല്ലാതാക്കാൻ കഴിയുമ്പോൾ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള ചെലവ് ചുരുക്കൽ പരിപാടികൾ നമുക്ക് പിടിക്കേണ്ടി വരും. ഇനി മറ്റൊരു കാര്യത്തിലും മേയറെ അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. അദ്ദേഹം സൂക്ഷ്മതലത്തിൽ മേയറും മേയറിൻ്റെ സംഘവും,
സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ആയിരിക്കും ഇതിനകത്തൊക്കെ ഫയൽ ജനറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫയൽ കണ്ടുപിടിച്ചത്. സൂക്ഷ്മതലത്തിൽ ഈ വക കാര്യങ്ങളും കണ്ടുപിടിക്കുന്നു. അല്ലെങ്കിൽ ഒരു 6000 രൂപയുടെ കേസല്ലേ, വാടകയ്ക്ക് എടുക്കുന്ന വിളക്കല്ലേ, അതങ്ങ് പോട്ടെ ഫയലെന്ന് വിടാതെ അതുപോലും സൂക്ഷ്മമായി പിടിക്കുന്നു എന്ന് പറഞ്ഞാൽ അതൊരു സന്ദേശമുണ്ട് അതിനകത്ത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതവിടെ ആര് ഭരിക്കുന്നു, BJP ആണോ രാജേഷാണോ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരാണോ നോക്കിയിട്ടല്ല ഞാൻ ഈ വീഡിയോ പറയുന്നത്. ഒരു ഭരണകൂടം ചെയ്യുന്ന നന്മയുടെ പ്രവൃത്തിയിൽ ഒരു സന്ദേശമുണ്ടെങ്കിൽ ആ സന്ദേശം ലോകം മുഴുവൻ കൊണ്ടുപോകേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം ഈ കാലഘട്ടം അഴിമതിയുടെയും സ്വജനപക്ഷപാതത്തിൻ്റെയും കുത്തിത്തിരികളുടെയും പിൻവാതിൽ പരിപാടികളുടെയും എല്ലാം കാലഘട്ടമാണ്. ഇവിടെ ജാതിയുടെ, മതത്തിൻ്റെ, വർഗത്തിൻ്റെ, വർണ്ണത്തിൻ്റെയൊക്കെ പേരിലും വ്യത്യസ്തമായ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും വളരെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ സമൂഹം മുന്നോട്ട് പോകുന്നത്. കെട്ടകാലത്തിൻ്റെ എല്ലാ കാഴ്ചകളും നമ്മൾ കാണുകയാണ്. അപ്പോഴാണ് വളരെ മനോഹരമായൊരു തീരുമാനമെടുത്തത്. ഈ നിലവിളക്ക് കൊളുത്തുമ്പോഴുണ്ടാകുന്നൊരു പ്രകാശമുണ്ട്, അത് അഴിമതി വിരുദ്ധ പ്രകാശമാണ്. ഒരു സുതാര്യതയുടെ, സത്യസന്ധതയുടെ, മിതവ്യയത്തിൻ്റെ, സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ ഒരു പ്രകാശമാണ്. അത് എല്ലാ മേഖലകളിലേക്കും കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ, കൗൺസിലർമാരൊരു തീരുമാനമെടുത്താൽ, കോർപ്പറേഷൻ്റെ ഭാരവാഹികൾ തീരുമാനമെടുത്താൽ, ഉദ്യോഗസ്ഥ വിഭാഗം തീരുമാനമെടുത്താൽ വലിയ മാറ്റമുണ്ടാകും. കോടിക്കണക്കിന് രൂപ ഖജനാവിലേക്ക് വരും, ടാക്സിൻ്റെ രൂപത്തിലും അല്ലാതെയും വരും. അതെടുത്ത് ചിലവഴിക്കുക, അതിനൊരു സൗന്ദര്യമുണ്ട്. അപ്പോൾ അഴിമതി പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ കാര്യങ്ങൾ കൂടിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഭരണകൂടത്തെ, കോർപ്പറേഷനെ നമുക്ക് അഭിനന്ദിക്കാതിരിക്കാൻ കഴിയില്ല. ഒരു നിലവിളക്ക് കേവലം ഒരു സിമ്പിളല്ല, അതൊരു സിംബോളിക്കായിട്ടുള്ള ഒരു ചിഹ്നമായി, ഒരു അടയാളമായി, ഒരു കുരിശ് യുദ്ധം എന്നൊക്കെ പറയും പോലെ അഴിമതിക്കെതിരെയുള്ള ഒരു യുദ്ധത്തിൻ്റെ പ്രതീകമായി നമുക്ക് കാണണം. അങ്ങനെയുള്ള ചെറിയ മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടത്തെ പോലും നമുക്ക് പ്രോത്സാഹിപ്പിക്കപ്പെടണം. കാരണം അങ്ങനെ ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ താമസിക്കുന്നത്. കംപ്ലീറ്റ് കുമിഞ്ഞുകൂടി എല്ലാം വാരി തിന്നുന്ന, എല്ലാം മുക്കിയെടുക്കുന്ന, രാഷ്ട്രീയത്തിലിറങ്ങിയാലോ അല്ലെങ്കിൽ പൊതുരംഗത്തേക്ക് വന്നാൽ കോടാനുകോടി രൂപ കിട്ടുന്നത് അടിച്ചുകൊണ്ട് പോകുന്ന പുതിയ കാലത്താണ് ഇങ്ങനത്തിലുള്ള നല്ല മനോഹരമായ തീരുമാനം വരുന്നത്. തീർച്ചയായിട്ടും ആ തീരുമാനം ആരെടുത്തെങ്കിൽ, ഇനി ഏതെങ്കിലും ഉദ്യോഗസ്ഥരാണ് ആ തീരുമാനം എടുക്കാൻ ഫയൽ പുട്ടപ്പ് ചെയ്തെങ്കിൽ, അല്ലെങ്കിൽ അവരാണത് ശ്രദ്ധയിൽപ്പെടുത്തിയതെങ്കിൽ, കൗൺസിലർമാരാണ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ചെയ്തതെങ്കിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റിയല്ല, ഇനി മേയർ തന്നെയാണ് അല്ലെങ്കിൽ സെക്രട്ടറിയാണ്, ആരാണ് ഇത് ഫയൽ കണ്ടുപിടിച്ച് ചെയ്തെങ്കിലും അവർക്കൊരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും അഴിമതിക്കെതിരെയുള്ള ഈ നുറുങ്ങുവെട്ടം വലിയ തീജ്വാലയായി, പ്രകാശപൂരിതമായി തിരുവനന്തപുരത്തും കേരളത്തിലും ലോകത്തിനും മാറട്ടെ. തീർച്ചയായിട്ടും കോർപ്പറേഷൻ്റെ ഈ പ്രവൃത്തി ചെറിയൊരു നിലവിളക്കിലൂടെയാണെങ്കിലും വലിയ സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത്.